ദൈവവചന പഠനത്തിനായിട്ട് ദൈവം ഒരിക്കൽ കൂടി നമുക്ക് നൽകിയ ഈ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് അല്പമായി ചിന്തിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ഇവിടെ കർത്താവിന്റെ വരവിനെക്കുറിച്ച്, വരവിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വരുമ്പോൾ കർത്താവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അങ്ങനെ തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ 2 വിഭാഗം ആളുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. ഇവിടെ ദൈവത്തെ അറിയാത്തവർക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു സാധാരണ വായനയിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലാത്ത, ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ എന്നുള്ള നിലയിലാണ്. എന്നാൽ അങ്ങനെയല്ല. അതിൻ്റെ മൂലഭാഷയിലെ വാക്കുകൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തെ നിഷ്കളങ്കമായി ഒരിക്കലും അറിയാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ആളുകൾ എന്നുള്ള നിലയിലല്ല, ദൈവത്തെ അറിയുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിന് അറിയാൻ കൂട്ടാക്കാത്ത ആളുകളെ കുറിച്ചാണ് ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് അത് സംബന്ധിച്ച് ഞാൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ അറിയാത്തവർക്കെന്ന് പറഞ്ഞാൽ അറിയാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ട് അറിയാത്തവർ എന്നുള്ള നിലയിലല്ല, അവസരം കിട്ടിയിട്ടും അവര് അറിയുവാനായിട്ട് ശ്രമിക്കാതെ അവര് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക്. സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറയുന്നത് അവര് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി തലത്തിലും ഒരു പക്ഷേ അവരുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ബുദ്ധിതലത്തിലുള്ള അറിവും അതിനപ്പുറം ഒരു പക്ഷേ ജീവിതത്തിൽ സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ അറിവിനോട്, അവരുടെ സമർപ്പണത്തോട് നീതി പുലർത്താതെ ജീവിച്ചതായിട്ടുള്ള ആളുകളാണ് ഈ സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരറിയാത്തവരല്ല, അവരറിഞ്ഞു, എന്നാൽ അതിനവർ വിധേയപ്പെട്ടില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ 2 വിഭാഗം ആളുകൾക്കും പ്രതികാരം കൊടുക്കും എന്നാണ്. പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അതായത് അങ്ങനെയുള്ള ആളുകളാണ്, അതായത് ദൈവത്തെ അറിയാൻ കൂട്ടാക്കാത്തവരും യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുമാണ് യഥാർത്ഥത്തിൽ ദൈവജനത്തെ പീഡിപ്പിക്കുകയും ദൈവമാർഗത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരോട് ദൈവം പ്രതികാരം ചെയ്യുമ്പോൾ പീഡ അനുഭവിച്ചതായിട്ടുള്ള ആളുകൾക്ക് ദൈവം ആശ്വാസം നൽകും. അപ്പോസ്തലന്മാരോട് കൂടെ അവർക്ക് ആശ്വാസവും നൽകും. അത് ദൈവസന്നിധിയിൽ നീതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തെ അറിയാത്തവർക്കും കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരും എന്ന് പറയുന്നതിൽ അത് പ്രാഥമികമായിട്ടും എല്ലാവരെയും സംബന്ധിച്ച് അല്ലെങ്കിലും അതിൽ നമ്മളും ഒരു പരിധി വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് അത് ഒരു കേവലം അറിവിനെ കുറിച്ചല്ല. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നത് തന്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ഈ വചനത്തിൽ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവത്തെ നാം അറിയുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുമ്പിൽ ഉണ്ട്. ദൈവവചനം നമുക്കുണ്ട്.
അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. എന്നാൽ ദൈവവചനം പഠിച്ച് ആ ദൈവത്തെ അറിയുന്നത് ആണ് ആ ദൈവത്തോടുള്ള അനുസരണത്തിന് കാരണമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുഖാന്തരമായി തീരുന്നത്. എന്നാൽ അതിന് താല്പര്യം കാണിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യതയുണ്ടായിട്ടും നാം വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായ ഒരു തലം നമ്മളുടെ ജീവിതത്തിലും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ വിശ്വാസികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിലും ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു തലമുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം തന്നെ വചനത്തിലൂടെ തന്നെ വെളിപ്പെടുത്തി നമ്മുടെ മുമ്പിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ ശരിയല്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നാം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നാം മനസ്സിലാക്കുകയും അതിന്റെ അനുസരണത്തിലേക്ക് അതല്ലെങ്കിൽ സമർപ്പണത്തിലേക്ക് നാം പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷത്തോടുള്ള അനുസരണക്കേട് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പറയുവാനായിട്ട് കഴിയുന്നത്. സുവിശേഷം അനുസരിക്കുക, അറിയാതിരിക്കുന്നത് ഒരു തെറ്റ്, അറിയാൻ ശ്രമിക്കാതിരിക്കുന്നത് തെറ്റ്, അറിഞ്ഞതിന് ശേഷവും അതിന് വിധേയപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ അപ്പുറമുള്ളതായ ഒരു തെറ്റാണ്. ശരി, 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുന്ന ഒരു ദിവസമാണ് കർത്താവിന്റെ വരവിന്റെ ദിവസം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എങ്ങനെയാണ് വിശുദ്ധന്മാരിൽ കർത്താവായ യേശുക്രിസ്തു മഹത്വപ്പെടുന്നത്? നമുക്കറിയാം, വിശുദ്ധന്മാരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിനെ അനുസരിച്ച് സുവിശേഷം അനുസരിച്ച് ദൈവത്തെ അറിഞ്ഞും സുവിശേഷം അനുസരിച്ചും കർത്താവിനോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിൽ വസിച്ച് ജീവിച്ചതായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അവരിൽ കർത്താവായ യേശുക്രിസ്തു മഹത്വപ്പെടും എന്ന് വെച്ചാൽ, കർത്താവായ യേശുക്രിസ്തു താൻ ചെയ്തതായിട്ടുള്ള ശുശ്രൂഷ അത് ഗുണകരമായ ഒരു വിഭാഗം ആളുകൾ അന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ അത് കർത്താവിനൊരു വലിയ മഹത്വമാണ്. കർത്താവായ യേശുക്രിസ്തു താൻ തന്റെ മുമ്പിൽ വെച്ചിരുന്നതായിട്ടുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തില് വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ മുമ്പിൽ വെച്ചിരുന്നതായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോട് അനുരൂപരായി, കുറ്റമില്ലാത്തവരായി, നിഷ്കളങ്കരായി, വിശുദ്ധരായി തന്നോടുകൂടെ എടുക്കപ്പെടുന്ന തന്റെ സഹോദരന്മാരും സഹോദരിമാരുമായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും, നമ്മളിൽ ഓരോരുത്തരിലുമാണ് അല്ലെങ്കിൽ നാം മുഖാന്തരമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുന്നത്. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു പ്രധാന ചോദ്യം ഇവിടെ ഉദിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മളിലൂടെ നമ്മുടെ കർത്താവ് മഹത്വപ്പെടുമോ? നമ്മളുടെ ജീവിതത്തിലൂടെ കർത്താവിന് ഒരു മഹത്വം വരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതാണ് കർത്താവ് മുൻകൂട്ടി കാണുന്നത്. അതാണ് രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിതാവ് അതിനു വേണ്ടിയിട്ടാണ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിനൊരു പരിഹാരമാക്കി ദൈവം തീർത്തത്. ഇതൊക്കെയും നാം മനസ്സിലാക്കണം. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ. അപ്പോൾ ഇന്ന് നാം കർത്താവിനെ കുറിച്ച് വചനത്തിലൂടെ ധാരാളം കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നാം കർത്താവിനെ നേരിട്ട്, നാം അവനോട് സദൃശന്മാരായി തീരുകയും നാം നേരിട്ട് നമ്മുടെ കർത്താവിനെ കാണുകയും ചെയ്യുമ്പോൾ അവിടെയാണ് വിശ്വസിച്ച് എല്ലാവരിലും താൻ അതിശയ വിഷയമാകുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് അങ്ങനെ വായിച്ചും കേട്ടും ആത്മാവിൽ മനസ്സിൽ ഒക്കെ ചിന്തിച്ചും ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നും മാറി
അതിനെ ഒരു നേരിട്ടുള്ള ജീവിതാനുഭവമായി നമ്മുടെ കൺമുമ്പിൽ കാഴ്ചയായി നാം അവനോട് അനുരൂപരായി തീരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് നാം മനസ്സിലാക്കുന്നതിനപ്പുറമുള്ള ഒരു തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത നമുക്കൊരു അതിശയ വിഷയമായിരിക്കും, നാം കർത്താവിന് ഒരു മഹത്വമായിരിക്കും. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം. 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് സുവിശേഷം അനുസരിക്കാത്തവരെ കുറിച്ചാണ്. അവർ സുവിശേഷം കേട്ടവരാണ്, അവർ മനസ്സിലാക്കിയവരാണ്, അവരുടെ ബുദ്ധിതലത്തിൽ അവർക്ക് അതെല്ലാം അവര് ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനോട് അവർക്ക് സമർപ്പണമോ, തുടർമാനമായിട്ടുള്ളൊരു സമർപ്പണമോ അനുസരണമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന്, കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഇന്ന് ക്രിസ്തീയ ലോകത്തിലേക്ക് നാം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള അവസ്ഥ ഇതാണ്. ബുദ്ധിതലത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ അറിവ്, സുവിശേഷത്തെ കുറിച്ചുള്ളതായ അറിവ് ഒക്കെ വളരെ വ്യാപകമായിട്ട് ഇന്ന് ലോകത്തിലുണ്ട്. ഇന്ന് പലവിധ മാധ്യമങ്ങളിലൂടെയും, സാമൂഹിക മാധ്യമങ്ങളിലൂടെയും, പത്രമാധ്യമങ്ങളിലൂടെയും, TV മുതലായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ധാരാളമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷം ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഒരു പ്രാധാന്യമുള്ള ഭാഗങ്ങളൊക്കെയും ഇന്ന് ലോകത്തിൽ ധാരാളമായിട്ട് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വിവിധ സഭാ വിഭാഗങ്ങളിൽ സുവിശേഷം ഒരർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്, അതിന്റെ പൂർണ്ണതയിൽ അല്ലെങ്കിലും എന്ന് നമുക്കറിയാം. എന്നാൽ ആ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തോടുള്ള ഒരനുസരണം ഇന്ന് ക്രിസ്തീയ സഭകളിൽ തീരെയും ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഒരു പട്ടത്വ സഭകളിൽ മാത്രമല്ല, മറിച്ച് സുവിശേഷ വിഹിത സഭകൾ, ഇവാഞ്ചലിക്കൽ ചർച്ചസ് എന്ന് പറയുന്ന സഭകളുടെ ഇടയിലും സുവിശേഷത്തോടുള്ള അനുസരണം തീരെ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സുവിശേഷത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് സ്നാനപ്പെടുക എന്നുള്ളത് മാത്രമല്ല എന്ന് തുടർന്നുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സുവിശേഷത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതം ആണ്. ആ ജീവിതത്തിലുടനീളം ആ അനുസരണത്തിന്റെ പ്രസക്തിയും ആവശ്യവും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, നാം ആ ഒരു ഗണത്തിൽ പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നാം അതിനെ വളരെയേറെ തെറ്റിദ്ധരിക്കുന്നതായിട്ടൊരു വാക്കാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം പറയാൻ പോകുക അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷയെക്കുറിച്ച് അറിയിക്കുക എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് മുതൽ, വീടുജന്മം മുതൽ അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെയുള്ളതായ ആകെ സന്ദേശം ഉൾപ്പെടുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതല്ലാതെ ആത്മരക്ഷയ്ക്ക് ഉതകുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവര് രക്ഷിക്കപ്പെട്ടവരല്ലെന്നോ, റോമയിലെ സഭയിലുണ്ടായിരുന്ന ആളുകളോട് സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമുണ്ട്, അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്നോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതൊന്നുമല്ല, മറിച്ച് സുവിശേഷം അതിന്റെ എല്ലാ അർത്ഥത്തിലും തലത്തിലും ഒരുപക്ഷെ നമ്മുടെ സഭയിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ദൈവവചനം, നാം ഇപ്പോൾ പഠിക്കുന്നതായിട്ടുള്ള ദൈവവചനം ഒക്കെ ഈ സുവിശേഷത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്.
നാം എന്തെങ്കിലും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പിന്നീടുള്ള അനുസരണത്തിന് പ്രസക്തി ഇല്ലാതെ വരുന്നില്ല. അനുസരണത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ അനുസരണം ഇല്ല എങ്കിൽ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയുള്ള മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കർത്താവിനെ കണ്ട് കർത്താവ് ഒരു അതിശയ വിഷയമാകുന്ന ഒരവസ്ഥയുണ്ട് തന്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ. എന്നാൽ സുവിശേഷം അനുസരിക്കാത്തവർ, ഇവിടെ ദൈവത്തെ അറിയാത്തവർ എന്നുള്ളതായിട്ടുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. 7-ാമത്തെ വാക്യത്തിൽ അത് അങ്ങനെ ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും. ഇവിടെ ഈ ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞിട്ടില്ല, സുവിശേഷം അനുസരിക്കാത്തവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള നാം അതിനോടുള്ള നമ്മുടെ അനുസരണം എത്രത്തോളം എന്ത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. 11-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഈ 11-12 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടണം. അപ്പോൾ ഈ മഹത്വപ്പെടുക എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടണം. അതെങ്ങനെയാണ് നമ്മളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ അവനിലും മഹത്വപ്പെടണം. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് ഈ സുവിശേഷം അറിയുകയും ആ സുവിശേഷത്തെ അനുസരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് ദൈവം കൊടുക്കുന്ന കൃപയാൽ, അല്ലെ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാലാണ് നാം ദൈവത്തിലും നാം അവനിലും അവൻ നമ്മിലും മഹത്വപ്പെടുക. അത് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവുമായിട്ട് പുത്രിപുത്രന്മാർ എന്നുള്ളതായ ഒരു ബന്ധത്തിലേക്കാണ് നാം വരുന്നത്. അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ആദിജാതനായിരിക്കുകയും നാം പിന്നീട് വിശ്വാസത്താൽ മക്കൾ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് നാം സഹോദരന്മാരും സഹോദരിമാരുമാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് നിത്യതയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ യാഗമരണത്താൽ നമ്മെ നേടി ദൈവത്തിന് മക്കളാക്കി നമ്മെ തീർത്തു എന്ന് പറയുന്നത് അതൊരു വലിയ ആത്മീകമായിട്ടുള്ള യാഥാർത്ഥ്യവും അനുഭവമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മിലും നാം അവനിലും മഹത്വപ്പെടുന്നത് ആ ഒരു വിധത്തിൽ, ആ ഒരു ക്രമീകരണത്തിൽ, അതിന്റെ അവസാനത്തെങ്കിലാണ്. അപ്പോൾ അങ്ങനെ മഹത്വപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മഹത്വപ്പെടണം. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം നമ്മളിൽ മഹത്വപ്പെടണം, നാം അവനിലും മഹത്വപ്പെടണം. അതിന് എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് 12-ാമത്തെ വാക്യത്തിൽ. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാം അവനിലും അവൻ നമ്മിലും മഹത്വപ്പെടണമെങ്കിൽ അതിന് ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാലാണത്. എന്നാൽ ആ കൃപ നാം പ്രാപിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ്, വ്യത്യസ്തമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും. അപ്പോൾ സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും, സൽഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല. സകല സൽഗുണങ്ങളിലും എണ്ണി സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും, അതായത് ദൈവത്തിന്റെ മക്കളായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള
ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരിൽ സൽഗുണങ്ങളിലുള്ള എല്ലാ താല്പര്യവും വർദ്ധിച്ചു വരണം, ഉണ്ടായി വരണം. പ്രിയമുള്ളവരെ, എന്ത് സൽഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിശാലമായ അല്ലെങ്കിൽ വളരെ പൊതുവായിട്ടുള്ള ഒരു വാക്കാണ്. എന്തൊക്കെയാണ് അതിൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ നമുക്ക് പ്രാഥമികമായിട്ടും ഈ സൽഗുണങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിൽ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം ആത്മഫലങ്ങൾ എന്നുള്ളതാണ്. ആത്മഫലങ്ങളല്ല, ആത്മാവിന്റെ ഫലം എന്ന് ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നതൊക്കെയും സൽഗുണങ്ങൾ എന്ന് പറയുന്ന പട്ടികയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാ സൽഗുണങ്ങളിലും സകല താല്പര്യവും നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നാം ദൈവത്തിലും ദൈവം നമ്മിലും, നാം കർത്താവിലും കർത്താവും നമ്മിലും മഹത്വപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൽ നാം അത് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, അവിടെ ആത്മാവിന്റെ ഫലമോ സ്നേഹം. അപ്പോൾ സ്നേഹം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. സ്നേഹം നമ്മിൽ ഉണ്ടാവുകയും അത് പെരുകുകയും വർദ്ധിച്ചും ഒക്കെ വരുമ്പോൾ നാം കർത്താവിലും കർത്താവ് നമ്മിലും മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ സൽഗുണങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള പട്ടികയിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മിൽ ഉണ്ടായി വർദ്ധിച്ചു വരുമ്പോൾ നാം കർത്താവിലും കർത്താവ് നമ്മിലും മഹത്വപ്പെടും. അതുമാത്രമല്ല, വിളിക്ക് യോഗ്യരായി നമ്മെ എണ്ണുകയും ചെയ്യും. കർത്താവിന്റെ വിളി എല്ലാവർക്കുമുള്ള വിളിയാണ്. ഏതാനും പേർക്കുള്ള ഒരു വിളിയല്ല, എല്ലാവർക്കുമുള്ള വിളിയാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും തങ്കലേക്ക് ആകർഷിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്ത് ആ ആകർഷണത്തിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരെയും തങ്കലേക്ക് ആകർഷിക്കും എന്നുള്ളതായിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ വിളി എല്ലാവരിലേക്കും ആ വിളി ഉണ്ട്. എന്നാൽ അതിനുള്ള യോഗ്യരായി നാം എണ്ണപ്പെടുന്നത്, ആ വിളിക്ക് യോഗ്യരായിട്ട് നാം എണ്ണപ്പെടുന്നത് ഇങ്ങനെ സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും നമ്മിൽ ഉണ്ടായി വർദ്ധിക്കുന്നത് മുഖാന്തരമാണ്. അപ്പോൾ അതാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. യോഗ്യരായ സൽഗുണങ്ങളിലുള്ള താല്പര്യം നമ്മളിൽ ഉളവാകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടാമത് പറയുന്നത്, താല്പര്യം മാത്രം ഉണ്ടായാൽ പോരാ, വിശ്വാസത്തിന്റെ പ്രവൃത്തി. അപ്പോൾ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാം അതിനെക്കുറിച്ച് വളരെ വിശദമായി വായിക്കുകയും പഠിക്കുകയും പല പ്രാവശ്യം ചിന്തിക്കുകയും പല സന്ദേശങ്ങൾ അതിനെ ആസ്പദമാക്കി നാം പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസം പ്രവൃത്തി ഇല്ലാത്തതായാൽ അത് സ്വതവേ നിർജീവമാവുന്നു. അങ്ങനെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്താൽ ഒരാൾ രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്താൽ ഒരാൾക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ പൂർണ്ണമാക്കി തരണം. വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു വക പ്രയോജനവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മളുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. എനിക്ക് ഇപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരാളിൽ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ നാം വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അവരിൽ നാം പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. എനിക്ക് ഒരാളെ വിശ്വാസമാണ്, പക്ഷെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാനൊന്നും എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കും ദൈവത്തിന്റെ അധികാരത്തിനും നമ്മെ തന്നെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വിധേയപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സില്ലാതെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് നിരർത്ഥകമായ അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമാണ്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെതായിട്ട് ചില പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം. അപ്പോൾ വിശ്വാസത്തിന്റെ എന്തെങ്കിലുമൊക്കെ ചില പ്രവൃത്തികൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുക എന്നുള്ളതല്ല,
മറിച്ച് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളെ കുറിച്ച്, സഭയെക്കുറിച്ച് ഈ നിലയിലുള്ളതായ പ്രാർത്ഥനയ്ക്ക് ധാരാളം സാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരിൽ ദൈവികമായിട്ടുള്ള പദ്ധതികളൊക്കെയും പൂർണ്ണമാക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ദൈവവിധം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരും തികഞ്ഞവരുമായി നിൽക്കേണ്ടതിന് അവൻ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമക്കൾ അന്യോന്യം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് എന്താണ്? സൽഗുണങ്ങളിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി കൊടുക്കണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിലും അതുപോലെ തന്നെ അത് നമ്മിലും. ആദ്യം അത് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മിൽ അത് പൂർണ്ണമാക്കി തരണം എന്നുള്ളതാണ് പ്രാർത്ഥനയാവേണ്ടത്, മറ്റുള്ളവരെ കുറിച്ചല്ല. കാരണം നമ്മിൽ ദൈവികമായിട്ടുള്ള ഇത്തരം പരിപാടികൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള ഈ പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ല എങ്കിൽ മറ്റുള്ളവരെ അങ്ങനെ ആക്കണം എന്നൊക്കെ പറയുന്നതിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളെ പ്രാഥമികമായിട്ട് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമുക്കുള്ളതായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ടതായ താല്പര്യം എന്ന് പറയുന്നത് സൽഗുണങ്ങളിലുള്ള എല്ലാ താല്പര്യവും കർത്താവെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം. എന്തെല്ലാം ഗുണങ്ങളാണോ, നന്മകളാണോ ദൈവമക്കളിൽ നിന്നും ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ആ എല്ലാ ഗുണങ്ങളെയും സംബന്ധിച്ചുള്ളതായ ഒരു താല്പര്യം എൻ്റെ ഹൃദയത്തിൽ നീ തരണം. അതിൻ്റെ ഫലമായി എൻ്റെ വിശ്വാസം കേവലം ഒരു വിശ്വാസമായിട്ടല്ല, മറിച്ച് പ്രവൃത്തികളാൽ വെളിപ്പെടുന്ന, പ്രവൃത്തികളാൽ സമ്പന്നമായ, പ്രവൃത്തികളാൽ തെളിയിക്കപ്പെട്ട ഒരു വിശ്വാസമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലുമുള്ള, അല്ലെങ്കിൽ നാമുമായിട്ട് കൂട്ടായ്മയിലുള്ള ആളുകളുടെ ജീവിതത്തിലൊക്കെയും ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കേണ്ടത് ആവശ്യവുമാണ് എന്നുള്ളതും നാം ഓർക്കുമല്ലോ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വളരെ ലാഘവത്തോടെ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുന്നതോ അനുവദനീയമായോ ആയ ഒരു ജീവിതമല്ല. അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ ഓരോ വാക്കുകൾക്കും നാം കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് അതെല്ലാം നാം ഉത്തരവാദിത്വം ഉള്ളവരാണ്. നമ്മെ സംബന്ധിക്കുന്നതായ, നാം ദൈവത്തിന്റെ മുമ്പാകെ ഉള്ളതായ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാനമല്ല കേട്ടോ. നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ നമുക്കുള്ളതായിട്ടുള്ള വിലയെക്കുറിച്ചൊരു ബോധ്യമില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ മനസ്സിലാക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. വിശുദ്ധന്മാരിൽ അവിടുത്തെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാമല്ലോ. നാം ദൈവസന്നിധിയിൽ വീണ്ടുജന്മം പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന് പരിഹാരം ലഭിച്ചവരായി, സമർപ്പണത്താൽ രക്ഷിക്കപ്പെട്ടവരായി നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാനമല്ല. നാം വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ ആത്മീകമായി നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് വരെ നമ്മൾ വായിക്കുന്നുണ്ട്. നാം സ്വർഗീയ പൗരന്മാരാണ്. നമ്മളുടെ പിതാവ് എന്ന് പറയുന്നത് ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവാണ്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താലാണ്. ആ രക്തത്തിന്റെ വിലയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വില എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ നാം ഏറെ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളവരാണ്. അങ്ങനെ പ്രാധാന്യമുള്ളവരാണ് എങ്കിൽ നമ്മളുടെ ജീവിതം അങ്ങനെ പ്രാധാന്യമില്ലാത്തവരെ പോലെയുള്ള ഒരു ജീവിതമാകുവാനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല. നമുക്കറിയാമല്ലോ,
വളരെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ അവരുടെ ആ ഒരു നിലവാരത്തിനൊത്താണ് ജീവിക്കണമെന്ന് സമൂഹം പോലും ആഗ്രഹിക്കുന്നത്. അതുപോലെ നാം ദൈവത്തിന്റെ സ്വർഗീയ പിതാവിന്റെ മക്കളാണെങ്കിൽ ആ പിതാവിന്റെ നിലവാരത്തിനൊത്ത് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിപ്പിൻ എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ പിതാവിന് നമ്മെക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണുള്ളത്. അതൊക്കെ സാധ്യവുമാണ്. പക്ഷേ നാം അതിന് സന്നദ്ധരായി സമർപ്പണമുള്ളവരായി നാം അതിന് തീരുന്നുണ്ടോ, അതിന് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ നന്മയായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.